കണ്ണൂർ കായലോട്ട് സദാചാര ആക്രമണത്തിൽ മനം നൊന്ത യുവതി ആത്മഹത്യ ചെയ്തതിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. അറസ്റ്റിലായ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് വ്യക്തമാക്കി. ആത്മഹത്യയ്ക്ക് കാരണം ആൺസുഹൃത്താണെന്ന് ആരോപിച്ച് യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ജീവനൊടുക്കിയ റസീനയുടെ ആത്മഹത്യക്കുറിപ്പാണ് കേസിലെ നിർണായക തെളിവ്. ഞായറാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തെക്കുറിച്ച് 3 പേജുള്ള ആത്മഹത്യക്കുറിപ്പിൽ റസീന വിശദീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SDP പ്രവർത്തകരായ 3 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരെല്ലാവരും ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തെ പറ്റിയിട്ടാണ് സൂയിസൈഡൽ നോട്ടിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷണം നടത്തുന്നത്. ഇതിലെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഫോണും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫോണും എല്ലാം തന്നെ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് പ്രതികളുടെ കൈവശത്തു നിന്നാണ്. യുവതിയുടെ സുഹൃത്തായ റഹീസിനെ പ്രതികൾ മർദ്ദിച്ചെന്നും പോലീസ് പറഞ്ഞു. അതിനിടെ യുവാവിനെ SDP ഓഫീസിലെത്തിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നു. SDP ഓഫീസിൽ വെച്ച് യുവാവിനെ വിചാരണ ചെയ്തെന്നായിരുന്നു ഉയർന്ന ആരോപണം. എന്നാൽ മധ്യസ്ഥ ചർച്ച മാത്രമാണ് ഉണ്ടായതെന്നാണ് SDP നേതൃത്വത്തിന്റെ വിശദീകരണം. നേരെ തിരിച്ചിട്ട് നമുക്ക് പറയാൻ അറിയില്ല. ഒരു പാവപ്പെട്ട നിരപരാധി നേരെ വാരവിട്ടേക്ക് യുവതിയുടെ സുഹൃത്തിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. റസീനയെ സാമ്പത്തികമായും ശാരീരികമായും യുവാവ് ചൂഷണം ചെയ്തെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇപ്പം അറസ്റ്റിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. മോളെ ഒരു വിഷമം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല, തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് ചെറുക്കനുമായിട്ട് കൂട്ടിയിട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ. കുറച്ച് നാളായിപ്പോൾ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. കുടുംബത്തിന്റെ പരാതിയും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. അന്വേഷണത്തിനായി തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. 24 കണ്ണൂർ.